അങ്ങനെ ടീച്ചറമ്മ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. മഹേഷും രാധയും കൂടി അവരെ ആരും കാണാതെ അടുക്കളയിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. അടുക്കളയിലെത്തി വെള്ളം കുടിക്കുന്ന അമ്മയോട് മഹേഷ് അമ്മ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു അപകടത്തിൽപ്പെട്ട് തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിലായിരുന്നു, ചുമരിൽ ചാരി നിന്നുകൊണ്ട് ടീച്ചറമ്മ പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അമ്മയെ കാണാതായ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഭാർഗവ മുതലാളിയുടെ ആൾക്കാർ വന്ന് അന്വേഷിച്ചതാണല്ലോ. എനിക്കതൊന്നും അറിയില്ലടാ, എത്രയോ മാസങ്ങളായി എനിക്ക് ബോധമില്ലായിരുന്നു. പിന്നെയും മാസങ്ങൾ പിടിച്ചു നിലത്തൊന്ന് ഇറങ്ങി നടക്കാൻ. ഇപ്പോൾ പിച്ച നടക്കുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ബസ്സിലുള്ളവരൊന്നും അറിയാതെ അമ്മ മാത്രം എങ്ങനെയാ അപകടത്തിൽപ്പെട്ടത് എന്ന് രാധ ചോദിക്കുമ്പോൾ ഇവിടുന്ന് ജോണും മിഥുനുമൊക്കെ കൂട്ടിക്കൊണ്ടു പോയി. അതെങ്ങനെ, ഗേറ്റ് പൂട്ടിയിരുന്നല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ മതിൽ ചാടിയെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. വീണയും കനിയും കൂടി എന്നെ മതിൽ ചാടിച്ചു. പീറ്ററും സമരക്കാരും പേടിച്ചോടി. ജോണും മിഥുനും എല്ലാവരും കൂടി മാസ്കിട്ട് അവരെ പേടിപ്പിച്ചു. അത് കണ്ട് അവന്മാർ ജീവനും കൊണ്ട് ഓടി. 50ൻ്റെ വസന്തം, അതായിരുന്നു ഞങ്ങളുടെ ചെറുതൂർ TTIയുടെ ടൂറിൻ്റെ പേര്. ഞാൻ എത്തുമോന്ന് അവർക്ക് സംശയമായിരുന്നു. എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ജോൺ ആയിരുന്നു ടൂറിൻ്റെ കോർഡിനേറ്റർ. അന്ന് പഴയ പാട്ടൊക്കെ വെച്ച് ജോണും ഞങ്ങളെ ആ കാലത്തേക്ക് എത്തിച്ചു. ശരിക്കും നല്ല രസമായിരുന്നു ആ യാത്ര. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം സീമയും റമലയും തങ്കമണിയും മേരിക്കുട്ടിയും രഘുവും ശങ്കരനും എന്തു രസമായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് രാധ നോക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ എന്നെ വിളിച്ച് ടൂറിൻ്റെ രസവും സന്തോഷവും ഒക്കെ കളഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതാ ഫോൺ എടുക്കണ്ടെന്ന്. കന്യാകുമാരിയിലെ ഞാനും മേരിക്കുട്ടിയും ഒരു റൂമിലായിരുന്നു. അവിടെയും നല്ല രസമായിരുന്നു. നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അതൊരു വലിയ വിഷമാക്കി ഭാർഗവനും വിളിച്ചിരുന്നു. നിങ്ങളുടെ വിളി കാരണം ഇങ്ങോട്ട് മടങ്ങാമെന്ന് തന്നെയാ കരുതിയത്. പിറ്റേന്ന് കന്യാകുമാരി ദേവീക്ഷേത്രത്തിലൊക്കെ പോയി എല്ലാവരും വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു. എനിക്ക് വല്ലാത്ത വയറുവേദന ആയതുകൊണ്ട് ഞാൻ റൂമിലേക്ക് തിരികെ പോയി. ടീച്ചറമ്മ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് റൂമിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന വീണ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. ടീച്ചറമ്മ പിന്നെയും തൻ്റെ കഥ തുടരുക. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വയറുവേദന അങ്ങ് മാറി. അപ്പോഴാ കടൽ തീരത്തുകൂടി കുറച്ചു ദൂരം നടന്നു. എത്രയോ കാലത്തിനു ശേഷം വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ആ കടൽക്കാറ്റേറ്റ് നടന്നു. പിന്നെ കുറേ നേരം പോയി കൽമണ്ഡപത്തിലിരുന്നു. ശരിക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പ്രതീതി. അപ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് മഹേഷും രാധയും ആകെ പരിഭ്രാന്തരാവുക. രാധ ടീച്ചറമ്മയുടെ വായ പൊത്തിപ്പിടിച്ച് മിണ്ടാതിരിക്കെന്ന് പറയുന്നുണ്ട്. വീണ അപ്പോൾ ഡൈനിങ് ഹാളിൽ വന്ന് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. ടീച്ചറമ്മ കുഞ്ഞി കുഞ്ഞി എന്ന് വിളിക്കുമ്പോഴേക്കും അവർ വായ പൊത്തി പിടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞ വീണ എന്തോ സംശയത്തോടെ അവിടെയൊക്കെ തിരഞ്ഞു നടക്കുന്നുണ്ട്. മഹേഷ് അടുക്കളയിൽ നിന്ന് അവളെ ഒളിഞ്ഞു നോക്കുമ്പോൾ അവൾ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് മഹേഷ് അങ്ങോട്ട് ചെന്ന് എന്താ ഈ പാതിരാത്രിയിലെ എന്ന് അവളോട് ചോദിക്കുക. മഹേഷ് ഏട്ടാ, ഞാൻ അമ്മയെ സ്വപ്നം കണ്ടെന്ന് വീണ പറയുമ്പോൾ അതിന്ന് ബലിയൊക്കെ ഇട്ട് അമ്മയെ ഓർത്ത് കിടന്നുണ്ടാവും അങ്ങനെ കണ്ടതെന്ന് മഹേഷ് പറയാ. എനിക്കിവിടെ അമ്മയുള്ള പോലെ തോന്നുന്നെന്ന് വീണ പറയുമ്പോൾ നീ പോയി കിടക്ക് എന്ന് മഹേഷ് പറയാ. അല്ല മഹേഷ് ഏട്ടനെന്താ ഇവിടെ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ദാഹം വന്നപ്പോൾ വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് മഹേഷ് പറഞ്ഞിട്ട് അവളോട് പോയി കിടക്കാൻ പറയുന്നുണ്ട്. മോള് പേടിക്കണ്ട, ഇനി സ്വപ്നമൊന്നും കാണില്ല, പ്രാർത്ഥിച്ചിട്ട് കിടക്കെന്ന് പറഞ്ഞ് അവളെ റൂമിനടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് മഹേഷ്. ഡോറടച്ച് ലോക്ക് ചെയ്യാൻ വീണയോട് വിളിച്ചു പറഞ്ഞ് മഹേഷ് വേഗം അടുക്കളയിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മ എനിക്ക് അവളെ എൻ്റെ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് മഹേഷിനോട് പറയുമ്പോൾ ആരെയും കാണാനൊക്കില്ല, അത് പ്രശ്നമാവും എന്ന് മഹേഷ് പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അമ്മ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറ എന്ന് മഹേഷ് പറയാ. അപ്പോൾ ടീച്ചറമ്മ വീണ്ടും തൻ്റെ കഥ തുടരുകയാണ്. അങ്ങനെ കൽമണ്ഡപത്തിൽ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും 3 കടലും കണ്ട് ഞാൻ നടന്നു. കൽമണ്ഡപത്തിലെ തണലിൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കലപില കൂട്ടുന്നതിനിടയിൽ ഒരു സന്യാസി ജപിക്കുന്നുണ്ടായിരുന്നു. നല്ല തേജസ്സുള്ള മുഖം. ജപം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഒത്തിരി എന്നോട് സംസാരിച്ചു. ഞാനും എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ചോദിച്ചു. അതിനൊക്കെ അദ്ദേഹത്തിന് മറുപടിയും ഉണ്ടായിരുന്നു. ദൂരത്തല്ലാതെയുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. ടൂറിൽ വൈകിട്ട് അസ്തമയവും കണ്ട് മടങ്ങൂ എന്നുള്ളതിനാൽ സമയമുള്ളതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് കരുതി. എന്നെ കൂടാതെ വേറെയും 2 പേര് കൂടി ഉണ്ടായിരുന്നു.
ഒരു ജീപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്കുള്ള യാത്ര. കുറേ ദൂരം പോയി ഒരു വളവിൽ വെച്ച് ഒരു ലോറി ജീപ്പിനു നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. അത് ജീപ്പുമായി കൂട്ടിയിടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. മാസങ്ങളോളം എനിക്ക് ബോധമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോൾ ആദ്യം ഞാൻ മരിച്ചു എന്ന് നഴ്സുമാർ പറയുന്നുണ്ടായിരുന്നു. മരണം പോലെ കറുത്ത ഇരുട്ടിൽ ലോകവും ദൂരവും സമയവും അറിയാതെ മാസങ്ങൾ. നീര് തിരികെ കിട്ടിയെങ്കിലും ബോധമില്ലാതെ ഒരു ബൈസ്റ്റാൻഡറുമില്ലാതെ ഞാൻ അവിടെ കിടന്നു. ഇവിടെ നന്മയുള്ള കുറച്ച് ഡോക്ടർമാരും നഴ്സുമാരും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ പരുവത്തിലെത്തി. ബോധം തെളിഞ്ഞിട്ടും സംസാരിച്ചു തുടങ്ങാനും കാലുറപ്പിച്ചു നടക്കാനും പിന്നെയും മാസങ്ങളെടുത്തു. ഒന്നും നടക്കാൻ പറ്റുന്ന ബലമായപ്പോഴാ ഇങ്ങോട്ട് വണ്ടി കയറിയത്. വന്നിറങ്ങിയപ്പോഴാ നാട്ടിലെൻ്റെ ആണ്ടാണെന്ന് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കരയുന്നുണ്ട്. എൻ്റെ അനുസ്മരണത്തിന് ഞാൻ തന്നെ സാക്ഷിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ ഇരുട്ടിൽ തന്നെ മറഞ്ഞു നിന്നു. ആളൊഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറഞ്ഞ് മഹേഷെ കുറച്ച് വെള്ളം തടാന്ന് വീണ്ടും പറയാ. മഹേഷ് അപ്പോൾ കുപ്പിയിലെ വെള്ളമെടുത്തു കൊടുക്കുന്നുണ്ട്. ടീച്ചറമ്മ വെള്ളം കുടിച്ചുകൊണ്ട് ക്ഷീണിച്ച് ചുമരിൽ ചാരി നിൽക്കുമ്പോൾ മഹേഷ് രാധയോട് പറയുന്നുണ്ട്, അമ്മ വന്ന കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. അപ്പോൾ ടീച്ചറമ്മ മഹേഷിനോട്, എടാ മഹേഷേ, നല്ല ക്ഷീണമുണ്ടടാ, ഒന്ന് കിടക്കണമെന്ന് പറയാ. ഇവിടെ എവിടെയെങ്കിലും കിടന്ന ആരെങ്കിലും കാണില്ലേ? ആരെങ്കിലും കണ്ടാ പ്രശ്നമെന്ന് മഹേഷ് പറയാ. ഞാൻ മടങ്ങിയെത്തിയതറിഞ്ഞ എല്ലാവർക്കും സന്തോഷമാവില്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുക. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ രേഖകളിലൊന്നും അമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് രാധ പറയുമ്പോൾ, അത് ജീവനോടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാൽ പോരെ എന്ന് ടീച്ചറമ്മ ചോദിക്കുക. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എൻ്റെ അമ്മ നാടാകെ അറിയുന്ന രീതിയിലായിരുന്നു അമ്മയുടെ സംസ്കാരം. അന്ന് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചത് ആരാണെന്ന് ആർക്കറിയാം? അതിനി വലിയ വിഷയമാവും. അപ്പോൾ രാധ പറയുന്നുണ്ട്, അമ്മ മരിച്ചതിൻ്റെ പേരിൽ വീണയ്ക്ക് കണ്ണേറ്റിങ്കര സ്കൂളിൽ ജോലി കിട്ടി. ആ ജോലിയുടെ പേരിൽ ഒരു ആലോചന വന്നു. ഇന്നായിരുന്നു അവളുടെ എൻഗേജ്മെൻറ്റ്. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ അവൾക്ക് ആ ജോലി നഷ്ടപ്പെടും, ഈ കല്യാണവും മുടങ്ങും. അത് സന്തോഷല്ലേ? അവനോട് ഞാൻ സംസാരിക്കാമെന്ന് ടീച്ചറമ്മ പറയാ. അമ്മ ഇപ്പോൾ ആരോടും ഒന്നും പറയണ്ട. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ സർക്കാരിനെ പറ്റിച്ച് വീണ ജോലി തട്ടിയെടുത്തുന്നാവും. ഞങ്ങൾക്കൊന്നുമില്ല, അമ്മയും വീണയും അകത്ത് കിടക്കും എന്ന് മഹേഷ് പറയുമ്പോൾ, അമ്മയുടെ ഇൻഷുറൻസ് തുക ഇവൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്ന് രാധ പറയാ. ഞാൻ മരിച്ചില്ല എന്നതാ വലിയ തെറ്റ് എന്ന് ടീച്ചറമ്മ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഞാൻ മടങ്ങി വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുമെന്നാ കരുതിയത്. എനിക്ക് തെറ്റി. അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും തോന്നല്ലേ? ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മഹേഷ് ചോദിക്കുക. ഇവിടൊന്നും അമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല, നേരം വെളുത്ത എല്ലാവരും കാര്യമറിയും എന്ന് രാധ പറയുമ്പോൾ, നമ്മുടെ മുകളിലെ സാധനങ്ങൾ കൂട്ടിയിട്ട മുറിയില്ലേ, അന്ന് നീന വന്നപ്പോൾ അമ്മയും വീണയും കൂടിയല്ലേ അത് നീനയ്ക്ക് തുറന്നു കൊടുത്തത് എന്ന് മഹേഷ് പറയുമ്പോൾ, അമ്മ ഇനി ആ മുറിയിൽ നിൽക്കെന്ന് രാധയും പറയാ. എനിക്ക് മോളിലെ പടിയൊന്നും കയറാൻ പറ്റില്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, ഒറ്റ തവണ കയറിയാൽ മതി, പിന്നെ ഇറങ്ങണ്ടല്ലോ എന്ന് രാധ ചോദിക്കുക. അമ്മയെ ഞങ്ങൾ പിടിച്ച് കയറ്റിക്കോളാം എന്ന് പറഞ്ഞ് മഹേഷ് ടീച്ചറമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാധയും ഒച്ചയുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് കൂടെ തന്നെ ചെല്ലുന്നുണ്ട്. നടക്കാൻ വയ്യാത്ത ടീച്ചറമ്മയെ അവർ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റി മുകളിലെത്തിക്കുന്നുണ്ട്. റൂമിലെത്തുന്ന ടീച്ചറമ്മയോട്, അമ്മ ഇവിടെയുണ്ടെന്ന് ആരും അറിയരുത്, പിന്നെ ജനലൊന്നും തുറന്നിടരുത്, ഇതിൻ്റെ അകത്തിരുന്ന് കാറുകയും ചുമയ്ക്കുകയൊന്നും ചെയ്യരുത് എന്ന് മഹേഷ് പറയുന്നത് കേട്ട് തളർച്ചയോടെ ടീച്ചറമ്മ കട്ടിലേക്കിരിക്കുക. അമ്മേ, അറിയാലോ, എല്ലാം കാഞ്ഞ പിള്ളേരാ, മണത്തോണ്ടിങ് എത്തിക്കോളും. പിന്നെ ഭക്ഷണം സമയാസമയം ചേച്ചി കൊണ്ടുവരും. അമ്മേ, ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിൻ്റെ അനക്കം പോലും പുറത്ത് കേൾക്കാൻ പാടില്ല. ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാത്തോണ്ട് പുറത്തുള്ള കോമൺ ബാത്റൂം ഉപയോഗിച്ചാൽ മതി. റൂമിൽ നിന്ന് പുറത്തിറങ്ങി ടോയ്ലറ്റിൽ പോകുമ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഈ മുറിയിലെ ലൈറ്റൊന്നും ഇടരുത്, പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. മഹേഷിൻ്റെ ഈ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ശ്വാസം വിട്ട പ്രശ്നമാവുമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, ഞാനീ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ എല്ലാവരും കൂടി പോയി അകത്ത് കിടക്കേണ്ടി വരും. പിന്നെ ഈ റൂം ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടുകയാ എന്ന് മഹേഷ് പറയുമ്പോൾ, എനിക്ക് ടോയ്ലറ്റിൽ പോകണ്ടേ എന്ന് ടീച്ചറമ്മ ചോദിക്കുക. അത് രാധേച്ചി തുറന്നു തരും എന്ന് മഹേഷ് പറയുമ്പോൾ, മോളെ, എനിക്ക് കുറച്ച് വെള്ളം കൂടി താടിയെന്ന് ടീച്ചറമ്മ അവളോട് പറയുന്നുണ്ട്. ശരിക്കും വെള്ളം കുടിച്ചാലേ രാത്രി ടോയ്ലറ്റിൽ പോകാനുണ്ടാവും, കുറച്ച് കുടിച്ചാൽ മതി എന്ന് രാധ പറയും. പിന്നെയും ടീച്ചറമ്മ ഇത്തിരി വെള്ളം തടിയെന്ന് പറയുന്നുണ്ട്. ഒച്ചയുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് മഹേഷും രാധയും പുറത്തു പോയി വാതിലടയ്ക്കുക.
ടീച്ചറമ്മ ഇവിടെ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആകുമ്പോൾ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ ഒരു മോഡേൺ ഗേൾ വന്നിറങ്ങുന്നതാ. സ്കൂട്ടിയുടെ ശബ്ദം കേട്ട് സരസ്വതി ടീച്ചർ എണീറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. സ്കൂട്ടിയിൽ നിന്നിറങ്ങിയ അവൾ വീടൊക്കെ ഒന്ന് നോക്കി പറഞ്ഞത്ര റിച്ചല്ലെന്ന് തോന്നുന്നു, കച്ചറ കൂടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോൾ അതാരാണെന്ന് മനസ്സിലാവാതെ കട്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അവൾ സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴാണ് എക്സസൈസ് ചെയ്യാനായി മഹേഷ് പുറത്തേക്ക് വരുന്നത്. അവനെ കണ്ട് വീട്ടിലെ പയ്യനാണോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കണ്ട പയ്യനാണെങ്കിലും ഞാനിവിടുത്തെ കാർന്നോരാണെന്ന് മഹേഷ് പറയുക. ഓ, ഇപ്പോഴും ഈ കാർന്നോരൊക്കെ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുക. ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആൾ എന്ന് മഹേഷ് പറയുമ്പോൾ കാർന്നോർ ഈ കുന്തവും പിടിച്ചു നിൽക്കാതെ ജിമ്മിൽ പോയിക്കൂടെ എന്നവൾ ചോദിക്കുക. ഇവിടെ വർക്കൗട്ട് ഉണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ഇത് എളുപ്പപ്പണിയല്ലേ വീട്ടിലെ ലേഡീസിനെ പറ്റിക്കാൻ, ജിമ്മിൽ പോയാലേ 6 പാക്കും 8 പാക്കും ഒക്കെ വരുള്ളൂ. അവളുടെ സംസാരം കേട്ട് ജിമ്മിൽ പോകാമെന്ന് മഹേഷ് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് രേണു അങ്ങോട്ട് വരുന്നത്. മാഡം ആരാണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഷെഫ് മിക്കി എന്നവൾ പറയാ. വായടയ്ക്ക് മനുഷ്യ, ആരെ കണ്ടാലും വായും തുറന്നങ്ങ് നിന്നോളും എന്ന് രേണു പറയാ. നീ രാധ ചേച്ചി പറഞ്ഞ വേലക്കാരിയല്ലേന്ന് രേണു ചോദിക്കുമ്പോൾ വേലക്കാരി എന്ന് പറഞ്ഞ് അങ്ങനെ ചീപ്പാക്കല്ലേ, ഞാൻ ഷെഫ് മിക്കി എന്നവൾ പറയാ. സെർവൻസിനോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറല്ലേ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള റൂം എവിടെ എന്നവൾ ചോദിക്കുമ്പോൾ മഹേഷ് അവളെ കൊണ്ടുപോകാനായി നിൽക്കുന്നുണ്ട്. ഞാൻ കൊണ്ട് കാണിച്ചോളാം എന്ന് പറഞ്ഞ് രേണു അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് തൊഴുത്തിലെ പശുക്കൾക്ക് വീണ പുല്ലൊക്കെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പശു കരയുന്നത് കേട്ട് ടീച്ചറമ്മ ജനലിലൂടെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് പശുവിന് കഞ്ഞിവെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്ന വീണയെ അവർ കാണുന്നത്. അവളെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.